സി സജിനി അഡ്രസ്സ് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് കരുതി ഈ ഒരു അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ സംസ്ഥാനത്തുള്ള മെഡിക്കൽ കോളേജുകളിൽ പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം മുൻപൊക്കെ ഉണ്ടായിരുന്ന ശസ്ത്രക്രിയ വീഴ്ചകൾ നടക്കുന്നു, അതേപോലെ തന്നെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ വന്നതാണ് ഡോക്ടർ തന്നെ രംഗത്തെത്തുകയാണ്, ഇവിടെ ശസ്ത്രക്രിയ മുടങ്ങുകയാണ്, എക്യുപ്മെൻറ്റ്സ് ഇല്ല എന്നുള്ളൊരു കാര്യം ഡോക്ടർ വന്ന് പറയുകയാണ്. അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് കരുതി ഒരു പ്രശ്നം ഇല്ല എന്ന് വരുത്തി തീർക്കുകയാണ്. ആർക്കാണ് ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? അല്ല, ഇപ്പൊ കേരളത്തില് ജീവിക്കാൻ ഭയം തോന്നുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളത്തിലെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖല ഒരു മരണക്കിടക്കയിലാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തല് ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് നമ്പർ 1 കേരളമാണ്, ആരോഗ്യ മേഖല ഉൾപ്പെടെ നമ്പർ 1 എന്നുള്ള ഈ പ്രോഗ്രസ് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വായന അത് അതിദയനീയമായി, സത്യത്തിൽ ദയനീയമെന്നല്ല വേദനാകരം എന്ന് തന്നെയാണ് പറയേണ്ടത്. അത് അഴിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ട രോഗികൾക്ക് പോലും ശസ്ത്രക്രിയ സാധിക്കുന്നില്ല, ഉപകരണങ്ങളില്ല, മരുന്നില്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പാവപ്പെട്ട മനുഷ്യര് അവരുടെ ഉടവരെ സംരക്ഷിക്കാനായി ഉള്ളതെല്ലാം വിറ്റ് കടം വാങ്ങിച്ചുമൊക്കെ പുറത്തുനിന്ന് മരുന്നും ഉപകരണങ്ങളും ഉൾപ്പെടെ വാങ്ങിക്കൊണ്ട് ഈ സർക്കാർ ആശുപത്രിയിൽ കൊടുത്ത് ശസ്ത്രക്രിയ ചെയ്യിക്കേണ്ട അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സമൂഹത്തിൽ കേരളം കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഇത് പിന്നെ കേന്ദ്രത്തിന്റെ പണം, കോടിക്കണക്കിന് പണമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് കേരളത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം തന്നെ NHM പദ്ധതി പ്രകാരം 1351.72 കോടി രൂപയാണ് സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. ഇത് എവിടെ പോയി ഈ പണമൊക്കെ? ഈ പണമില്ല എന്നാണ് പറയുന്നത്. ഈ പണമെല്ലാം സർക്കാരിന് ധൂർത്തടിക്കാൻ വേണ്ടി എല്ലാ മേഖലയിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട്, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോട് ഈ നാടിന്റെ വികസനത്തോടൊന്നും യാതൊരു തരത്തിലുമുള്ള ഒരു കടപ്പാടോ ആത്മാർത്ഥതയോ ഇല്ലാതെ ഇതെല്ലാം വകമാറ്റി ചെലവഴിച്ചുകൊണ്ട് വെറും കടം വാങ്ങി ബെഞ്ചിന്റെ മുകളിൽ കയറിയിരുന്നത് നമ്പർ 1 കേരളം എന്ന PR വർക്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും BJPയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അത് തുടരുക തന്നെ ചെയ്യും. ഇവരുടെ ഈ പൊള്ളയ വാദങ്ങൾ തുറന്നു കാണിക്കും. അതായത് സർക്കാർ കേന്ദ്രം കൊടുക്കുന്ന ആ പണം, ആ പദ്ധതികൾ ഇവിടെ പൂർണ്ണമായി നടപ്പിലാക്കുക തന്നെ ചെയ്യണം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ 11 വർഷം കൊണ്ട് അതിനു മുമ്പുള്ള UPA സർക്കാർ നടപ്പിലാക്കിയതിനേക്കാൾ അതിന് 15 ഇരട്ടി പദ്ധതികളാണ് ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ ആയുഷ്മാൻ പദ്ധതി അതിവിടെ കേരളം നടപ്പിലാക്കുന്നില്ല, പണമില്ല എന്നാണ് പറയുന്നത്. കേന്ദ്രം കൊടുത്ത പണം തന്നെ എല്ലാം വകവാക്കിയിരിക്കുന്നു. ഇപ്പം 60-70 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള സൗജന്യമായ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി, അത് കേരളം ഇവിടെ നടപ്പിലാക്കാൻ തയ്യാറാവുന്നില്ല. അപ്പൊ എന്തിനാണ് ഈ സർക്കാരും ഈ ആരോഗ്യ മേഖലയിൽ നിലകൊള്ളുന്നത്? ആർക്ക് വേണ്ടിയാണ്? ഇത് ആർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്? നമുക്കറിയാം, 20 പൈസയുടെ ഗുളിക ഇവിടെ വിൽക്കുന്നത്, സർക്കാർ മേഖലയിൽ വിൽക്കുന്നത് 1.5 രൂപയ്ക്കാണ്. PPT കിറ്റ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് 3 ഇരട്ടി രൂപയ്ക്ക് വിലയ്ക്കാണ് ഇവിടെ കോവിഡിന്റെ മഹാമാരിയുടെ ആവശ്യമായിട്ടുള്ള ആ കിറ്റ് വിതരണം ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ സത്യത്തില് കേന്ദ്രം കൊടുക്കുന്ന പണം അടിച്ചു മാറ്റുക മാത്രമല്ല, പാവപ്പെട്ട രോഗികളെല്ലാം പിഴിഞ്ഞ് പണം അടിച്ചു മാറ്റുന്ന ഒരു പ്രവണത കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇതിനൊരു മാറ്റം വന്നേ സാധിക്കൂ. ഇതിനുവേണ്ടി BJP ശക്തമായി നിലകൊള്ളും. ശക്തമായ സമര പരിപാടികൾ ഉൾപ്പെടെ മുൻപോട്ട് പോവുകയും ചെയ്യും. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ നടത്തിയിരുന്ന ഒരു PR വർക്ക് അത് ആരോഗ്യ മേഖലയെ ഊന്നി തന്നെയായിരുന്നു. ഇപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ആരോഗ്യമേഖല എത്രത്തോളം പ്രവർത്തിച്ചു എന്നുള്ളൊരു കാര്യം ഊന്നി കാണിച്ചുകൊണ്ട് മാത്രമാണ് സർക്കാർ അധികാരത്തിൽ കയറിയത്. ആ സർക്കാരാണ് ഇപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ളൊരു വകുപ്പായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. അല്ല, ഇതിനു മുൻപും കേരളത്തിന്റെ ആരോഗ്യ മേഖല ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തും അത്ര വലിയ മികച്ചതൊന്നും ആയിരുന്നില്ല. ശൈലജ ടീച്ചറിന്റെ വലിയ നന്മ മരം എന്നൊക്കെ പേര് കിട്ടിയെങ്കിൽ അതൊരു വലിയൊരു PR വർക്കിന്റെ ഭാഗമായിരുന്നു. PPT കിറ്റിൽ ഉൾപ്പെടെ നടത്തിയ ആ വലിയ വെട്ടിപ്പുണ്ടല്ലോ, ആ വെട്ടിപ്പൊക്കെ പുറത്തു വന്നതാണല്ലോ. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ആയിരുന്ന കാലത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പൊ ഇത് എല്ലാ കാലത്തും ഇത് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. നോക്കുക, ഇത് കേരളം പിന്നെ വിദേശ രാജ്യങ്ങൾക്കൊക്കെ ഒപ്പം തന്നെ കിടനിൽക്കുന്ന അത്തരത്തിലൊരു ആരോഗ്യ മേഖല യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് എന്ന് മുതലാണ്? തിരുവിതാംകൂർ രാജാവിന്റെ കാലഘട്ടം മുതൽ അങ്ങനെയായിരുന്നു. അക്കാലത്തൊക്കെ എല്ലാ സാംക്രമിക രോഗങ്ങളെയൊക്കെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിരുന്നു. നമുക്ക് വന്നിട്ട് ഇക്കാലത്ത് ഈ കേരളത്തിലെ സാംക്രമിക രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിച്ച്
ഇവിടെ രോഗികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു കുഞ്ഞ് മരിച്ചതായി കണ്ടു. അപ്പൊ എങ്ങോട്ടാണ് ഈ പോക്ക്? ഈ സർക്കാർ ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? സർക്കാർ എന്ത് ഭരണമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്? ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. വളരെ കൃത്യമാണ്. വളരെ നന്ദിയുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.